ശ്രീ ജോർജ് ജോസഫ്, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് മുഖ്യമന്ത്രിക്കും മകൾക്കുമുള്ള പങ്ക് പുറത്തു വരാതിരിക്കാൻ ADGP MR അജിത് കുമാർ ഇടപെട്ടു എന്നതാണ് ഏറ്റവും പുതിയ ആരോപണം. ഇടനിലക്കാരനായ ഷാജ് കിരണും HRDS ജനറൽ സെക്രട്ടറി അജി കൃഷ്ണനും ഒരേ ഭാഷയിലാണ് ഇന്ന് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. വിജിലൻസ് ഉദ്യോഗസ്ഥർ മഫ്റ്റിയിലെത്തി കേസിലെ പ്രതിയായ സരിത്തിനെ തട്ടിക്കൊണ്ടുപോകുന്നു. സംഭവം വിവാദമായപ്പോൾ വിജിലൻസ് ഡയറക്ടറായിരുന്ന MR അജിത് കുമാറിൻ്റെ കസേര തെറിക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ക്രമസമാധാന ചുമതലയുള്ള ADGP-ആയി അജിത് കുമാറിനെ നിയമിക്കുന്നു. ശേഷം ഇങ്ങോട്ട് അജിത് കുമാർ സൂപ്പർ DGP-ആയി വിലസുകയാണ്. അജിത് കുമാർ ദാവൂദ് ഇബ്രാഹിമാണെന്ന് CPM സഹയാത്രികനായ MLA PV അൻവർ കുറ്റപ്പെടുത്തിയിട്ടും അദ്ദേഹത്തെ മാറ്റാതെയുള്ള അന്വേഷണത്തിനാണ് ഉത്തരവിട്ടത്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ഏതായാലും അടുത്ത കാലത്ത് പോലീസിന് ഇമേജിന് വളരെയധികം ഇമേജിന് വളരെയധികം മോശമായ ഒരു പ്രതിച്ഛായ ഉണ്ടായി. കാരണം കഴിഞ്ഞ 2-3 വർഷത്തെ പോലീസിൻ്റെ പല രീതിയിലുള്ള ആരോപണം, ഇന്നുവരെ അങ്ങനെ പോലീസിനൊരു ആരോപണം കേട്ടിട്ടില്ല. ഇവിടെ ഇപ്പം കള്ളക്കടത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടു നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ്. അത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. സ്വപ്ന സുരേഷിൻ്റെ കാലഘട്ടം മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആയിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹമായിട്ട് സ്വപ്ന സുരേഷുമായിട്ട് ബന്ധങ്ങളുടെ കഥകളെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഒരു കോൺക്രീറ്റായ ഒരു ഫൈനലായ ഒരു കണ്ടെത്തലൊന്നും നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴേ അതിനകത്ത് ബന്ധപ്പെട്ട ADGP, അതുപോലെ തന്നെ ഇപ്പം സുജിത് ദാസ്, ഇവരുടെ പേരിലുള്ള ആരോപണം വളരെയധികം സീരിയസ് ആയ ആരോപണങ്ങളാണ്. കേരള പോലീസിൽ ഒരു ഉദ്യോഗസ്ഥന് ഇതുപോലൊരു ആരോപണം വന്നിട്ടില്ല. അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങളും അതും ഇതൊക്കെ പലരും പറയുമെങ്കിലും ഇതിൻ്റെ സത്യസ്ഥിതി കണ്ടെത്തിയേ പറ്റുള്ളൂ. കുറേ വർഷങ്ങളായി ഇതിങ്ങനെ നിലനിൽക്കും. സ്വർണ്ണക്കടത്തുമായിട്ട് ഭരണകക്ഷിക്ക് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ അതിന് വെറുതെ ഒരു ആരോപണമല്ലാതെ അതിന് അടിസ്ഥാനമായ പല കേസുകളും ബന്ധപ്പെട്ട കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം MR അജിത് കുമാർ വിജിലൻസിൻ്റെ മേധാവിയായിരിക്കുമ്പോൾ അദ്ദേഹം ഈ സ്വപ്ന സുരേഷിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട ആ ശരത്തെന്ന് പറഞ്ഞ ഒരാളെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസുകാർ വിജിലൻസ് തപ്പിയെടുത്ത് കസ്റ്റഡി വെച്ചിട്ട് മൊബൈൽ ഫോൺ അടിച്ചു മാറ്റി. ഇന്നുവരെ ആ മൊബൈൽ കിട്ടിയിട്ടില്ല. അതെന്തിനാണ് ഒരു ADGP വിജിലൻസിലുള്ള ഒരു ഓഫീസർ അത് ചെയ്യുന്നത് എന്തിനാണ്? നമുക്കതൊന്നും സംശയമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുണ്ട്, വിധേയത്വം ഉണ്ടെന്നല്ലേ വരുന്നത്. അവിടെ മുതലാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ആ ADGP-യെ. ഇപ്പം കുറച്ചുകൂടെ കോൺട്രവേഴ്സ്യലായി ADGP-യും സുജിത് ദാസും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇപ്പം ഒരു 2 കൊലപാതകത്തിലെ ആരോപണത്തിൽ ചെന്ന് നിൽക്കുന്നു. മലപ്പുറത്തെ ഒരു കൊലപാതകം, അത് ഷാൻ എന്ന് പറഞ്ഞ ആൾ പ്രതിയായിട്ട് വന്ന ആ കേസിനകത്ത് അയാൾ ആ കൊലപാതകത്തിന് ഈ ആളെ വിളിച്ചുകൊണ്ട് പോയി അതിനുശേഷം മലയിൽ പോയി വെടിവെച്ച് കൊന്നു എന്ന ആരോപണം വരുന്നുണ്ടെങ്കിലും അയാൾ പറയണത് ഈ കൊല്ലപ്പെട്ട ആളിൻ്റെ ഭാര്യയായിട്ട് ഷാനിന് ബന്ധമുണ്ട്, അത് സ്ഥാപിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്ന്. അപ്പോൾ അത് ഈ ഷാനെ 8 പേരെ പ്രതിയാക്കി കുറ്റച്ചാർജ് കൊടുക്കുകയും ചെയ്തു. അതിപ്പോൾ CBI അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പം അവിടെ എവിടെയോ ഒരു പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ആരാണ് അതിൻ്റെ പിന്നിൽ നമുക്കറിയില്ല. പക്ഷേ അന്വേഷണം പാളി എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. PV അൻവർ അതിൻ്റെ പ്രസ് കോൺഫറൻസ് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു കേട്ടു. അദ്ദേഹം ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ്റെ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ആ ആളെ വിളിച്ചുകൊണ്ട് പോയി റിദാൻ എന്ന് പറഞ്ഞ ആ പയ്യനെ അയാൾക്ക് നേരത്തെ ഒരു ചെറിയ ഡ്രഗ്സ് കേസിനകത്ത് പ്രതിയാണ്, അത് കളവായിട്ട് അയാളെ പ്രതി ചേർത്താണെന്ന് പറയുന്നു. തൃശ്ശൂർ ഒരു സ്വർണം പൊട്ടിക്കുന്ന അവരെ അവിടുന്ന് തട്ടിക്കൊണ്ട് പോയതിനകത്ത് ഇയാൾ പ്രതിയായിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത്.
അത് അതിനെ സംബന്ധിച്ച് ചില രേഖകൾ അയാളുടെ മൊബൈൽ ഫോണിലുണ്ട്. ഇയാളെ ആ എടവണ്ണയിലെ മലയിൽ വെടിയേറ്റ് കിടക്കുമ്പോൾ അയാളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ 2 എണ്ണവും ഇല്ല. തലയിലാണ് 3 വെടിയേറ്റിരിക്കുന്നത്. അപ്പോൾ അത് ഒരു കള്ളക്കേസാന്ന് പറയാനൊക്കെ, വെടിവെച്ച് കൊന്നിരിക്കുന്നു. അതിൻ്റെ മോട്ടീവ് എന്താണ്? ആ മോട്ടീവ് പാളിപ്പോയി. കാരണം ഷാനെന്ന് പറഞ്ഞ ആൾ അതിൻ്റെ അകത്ത് 1-ാം പ്രതിയാണ്. അയാൾക്ക് ഈ കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയായിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ പോലീസ് ശ്രമിച്ചതായിട്ട് കാണുന്നു. ഇപ്പോൾ അങ്ങനെയാണ് ആ ചർച്ചകളിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സത്യസ്ഥിതി വളരെ ആവശ്യമാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനകത്ത് പങ്കുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് കരകയറണോ, എന്ത് വന്നാലും ശരി, അവർ നിരപരാധികളാണോ, എന്ത് വന്നാലും ശരി, നമുക്കത് ഒരു റീഇൻവെസ്റ്റിഗേഷൻ, ചാർജ് ഷീറ്റ് കൊടുത്തെങ്കിലും ഒരു റീഇൻവെസ്റ്റിഗേഷൻ നടക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഹൈക്കോടതി CBI ഈ ആ കേസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് അത് ഒരു റീഇൻവെസ്റ്റിഗേഷൻ നടത്തിയെങ്കിൽ മാത്രമേ അതിനൊരു പരിഹാരമാകും. ജോർജ് ജോസഫ്, ഏറ്റവും ഒടുവിൽ ഓയൂരിൽ നിന്ന് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ്, ആ കേസിലും ADGP ഇടപെട്ടിരിക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് പുനരന്വേഷണത്തിന് ഈ അന്വേഷണ സംഘം തന്നെ കോടതിയിൽ അവരങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇത് വിചാരണ തുടങ്ങാനിരിക്കുകയാണ് ഈ കേസിൽ, അത് മറക്കരുത്. ആ സമയത്താണ് ഇപ്പോൾ പുനരന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെ, അങ്ങനെ പല കേസിനകത്ത് ഈ ഡൗട്ട് വരുന്നുണ്ട്. അബിഗേളിൻ്റെ അതിനകത്ത് ആ തട്ടിക്കൊണ്ടുപോയ കൊച്ചിൻ്റെ ബ്രദർ, ആ പയ്യന് ആ കാറിനകത്ത് 4 പേരിയ്ക്കുന്ന കണ്ടതാണ്. അപ്പം 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരാൾ എവിടെ പോയി? അത് വളരെ ദുരൂഹമായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും. അത് ആ കുട്ടിയുടെ പിതാവ് ഇപ്പോൾ അതേപ്പറ്റി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അന്വേഷണം കംപ്ലീറ്റ് ആകുന്നില്ല ഒരിടത്തും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അറിയത്തില്ല. അവർക്കൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയുള്ള പഠിത്തമില്ല. അപ്പോൾ ആ ഒരു കാര്യം പോലീസ് ഇനിയും മനസ്സിലാക്കണം. കാരണം അവർ പഠിച്ചു വച്ചിരിക്കുന്ന രീതിയൊന്നും ശരിയല്ല. അന്വേഷണം കൃത്യമായിട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം മാമിയെ കാണാതെ പോയത്, അയാൾ മിസ്സായിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിരുന്നു. അയാളെ അവിടുന്ന് അയാളുടെ ഓഫീസിൽ നിന്ന്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്, ഓഫീസിൽ നിന്ന് ഇറങ്ങി അവിടെ ബേബി മെമ്മോറിയൽ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള പള്ളിയിൽ പോയി അവിടുത്തെ ഉസ്താദിനെ കണ്ട ശേഷം രാത്രി 7 മണിക്ക് മൊബൈൽ ഓഫ് ചെയ്ത് പിന്നെ കണ്ടിട്ടില്ല. അയാളെ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട്, അയാളെ കൊന്ന് എവിടെയോ കുഴിച്ചിട്ടിരിക്കുന്നു, അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് ആക്ഷേപം വന്നിരിക്കുന്നത്. അത് ADGPയും അവരെ സുജിത് ദാസും ഒക്കെ അന്വേഷിച്ച കേസുകളാണ്. അത് തന്നെയല്ല, ഇപ്പം ഒരു സ്ത്രീ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അവരും രംഗത്ത് വന്നിട്ടുണ്ട്. അവരെ CA, DYSP, SP പീഡിപ്പിച്ചെന്ന് പറയുന്നത്. പക്ഷേ അവരുടെ പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടു. അവർ നിരപരാധിയാണെങ്കിൽ അത് വരട്ടെ. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞത് അത് കളവായിട്ട് അവരിങ്ങനെ പലരെയും പീഡിപ്പിച്ചു, അല്ലെ പലരും അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പണം അവരെ നിന്നൊക്കെ വാങ്ങുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് മറ്റവർ പറയുന്നത്. അവരുടെ ക്രെഡിബിലിറ്റി അങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ. പക്ഷേ അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് അന്വേഷിച്ചെങ്കിലേ അത് നമുക്ക് അതിൻ്റെ വസ്തുത കണ്ടുപിടിക്കും. അതൊരു സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കണം അത് കണ്ടുപിടിക്കും. ബെന്നി അങ്ങനെ ചെയ്യില്ല, അല്ലെ വിനോദ് അങ്ങനെ ചെയ്യില്ല. അവർ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥരായ അവരുടെ മരമുറി കേസ് അന്വേഷിക്കുന്നവരാണ്. അതാണ് അവരുടെ ഡിഫൻസ്. അതുകൊണ്ടാണ് അവരെ ഈ കേസിനകത്ത് കുരുക്കുന്നതെന്ന് പറയുന്നത്. ഏതായാലും അതൊക്കെ നമുക്ക് സത്യസന്ധമായിട്ട് അന്വേഷിക്കണം. അവർ നിരപരാധിയാണെങ്കിൽ അവരെ നമ്മൾ ഒരിക്കലും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. കാരണം അവരൊരു മരമുറി കേസ് അന്വേഷിച്ചു എന്നൊരു കുറ്റം അതിനകത്ത് അവരെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ പ്രതിരോധിച്ചേ പറ്റുള്ളൂ. എന്താണ് സത്യസ്ഥിതി? കാരണം അൻവറിനെ പോലെ ഒരു ഉത്തരവാദിത്ത മേഖലയിൽ നിൽക്കുന്ന ഒരു MLA അത് വസ്തുനിഷ്ഠമായിട്ട് പഠിച്ചിട്ട് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തെപ്പറ്റി വിവാദമായ പല പ്രസ്താവനകളും പലയിടത്തും നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇപ്പം പറയുന്നത് ഓരോ സംഭവങ്ങളും അദ്ദേഹം വ്യക്തമായിട്ട് പഠിച്ചു പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വസ്തുതകളില്ലേ? ഈ 2 പേരുടെ മിസ്സിംഗ് കേസിനകത്ത് തീർച്ചയായിട്ടും അന്വേഷിക്കട്ടെ. DGPയുടെ നേതൃത്വത്തിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, രൂപീകരിച്ചിരിക്കുകയാണ്. DGP മാത്രമേ ഉള്ളൂ ഈ ADGPയുടെ മുകളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ.
ബാക്കിയുള്ളവർ താഴെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. IG, DIG, പിന്നെ 2 SP മാരൊക്കെയാണ്. ഇന്നിപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു പരാമർശം ADGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അതായത് ഈ കീഴുദ്യോഗസ്ഥർ അന്വേഷണം കഴിയുന്നവരെ 1 മാസം തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന്. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അല്ലേ, മേലുദ്യോഗസ്ഥനെതിരെ അഥവാ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തിയാലും അല്ലെങ്കിൽ ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാലും അത് റിപ്പോർട്ട് ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം സർവീസിലിരിക്കേണ്ട ആളുകളാണ് അവർ. ഇപ്പോൾ നോക്കൂ, അന്വേഷണം എത്ര പ്രഹസനമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, ഈ അൻവറിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ പോലും ഈ അന്വേഷണ സംഘം ഇതുവരെയായും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? അന്വേഷണം തുടങ്ങണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് എന്താ? അൻവറിനെ വിളിച്ച് അൻവറിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയല്ലേ വേണ്ടത്? അവിടെ നിന്നാണല്ലോ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ DGPക്ക് പോലും ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല. അദ്ദേഹം പറഞ്ഞു, ADGPയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രഹസനമാണ്, ഈ അന്വേഷണത്തിൽ അർത്ഥമില്ല എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും ഇപ്പോഴും ADGP ലോ ആൻഡ് ഓർഡറായി MR അജിത് കുമാർ തുടരുകയാണ്. വിചിത്രമല്ലേ ഇതൊക്കെ? അല്ല, എൻ്റെ ഇടയ്ക്ക് ഒരു പ്രപ്പോസൽ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു. സൗത്ത് സോണും നോർത്ത് സോണും 2 ADGPമാർ. ഒരു കാര്യം ചെയ്യട്ടെ, അദ്ദേഹത്തിനെ മാറ്റാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിനെ സൗത്ത് സോണിൻ്റെ ADGP ആയിട്ടും നോർത്ത് സോണിന് പുതിയൊരു ADGP വരട്ടെ. അപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ ഈ അന്വേഷണ ടീം. കാരണം അത് അങ്ങനെ അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മാറ്റാൻ സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ മാറ്റണ്ട. അദ്ദേഹത്തിന് പകരം ഇവിടെ സൗത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് അപ്പുറത്തോട്ട്, അത് നേരത്തെ മുതലൊരു പ്രപ്പോസലാണ് പോലീസിലുള്ളത്, അത് നടപ്പാക്ക്. അന്നേരം അവിടെ റിപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ. എന്നാലും ശരി, വസ്തുതകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ അത് കണ്ടെത്തിയത് തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അത് ഈ ADGPയുടെ മുമ്പിലാണല്ലോ അതേപടി അത് അവിടെ റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അത് തന്നെയല്ല, അത് നേരിട്ട് DGPക്ക് കൊടുത്താൽ മതിയല്ലോ. ഇദ്ദേഹത്തിനെ അറിയിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ കണ്ടെത്തുന്ന വസ്തുതകൾ ഒരാൾ ഒറ്റയ്ക്കല്ലല്ലോ കണ്ടെത്തുന്നത്, പലരും കൂടെ. അപ്പോൾ അത് സപ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം നമ്മളൊക്കെ അതുപോലെയൊക്കെ കേസ് അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഒരു ഓഫീസർക്ക് ചിലപ്പം താല്പര്യമില്ലാത്ത ഓഫീസർ ആയിരിക്കും, നമ്മളോട് എതിർപ്പായിരിക്കും. പക്ഷേ വസ്തുതകൾ കണ്ടെത്തുമ്പം ആ വസ്തുതകൾ തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ എന്തായാലും പോലീസിൻ്റെ ഇമേജ് കംപ്ലീറ്റ് പോയി. എന്ത് വൃത്തികെട്ട ആരോപണങ്ങളാണ് ഒന്നിൻ്റെ പുറകെ ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും പോലീസിലെ ഉള്ള ഉദ്യോഗസ്ഥരും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം അത് മനസ്സിലാക്കി കൊടുക്കണം അത് ഗവൺമെൻറ്റിന്. കാരണം ഗവൺമെൻറ്റിൻ്റെ ചിലപ്പം ഡയറക്ഷനൊക്കെ വരും, അതൊരു നിയമത്തിൻ്റെ പരിധിയിലുള്ള ഡയറക്ഷനാണെങ്കിൽ മാത്രമേ അന്വേഷിക്കേണ്ട ഒരു ബാധ്യത പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ളൂ. നമ്മളുമൊക്കെ അങ്ങനെയാണ്. അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുക്കും, സാറേ അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് അന്വേഷിക്കുന്നത്, എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയൊന്നും മിസ്ലീഡ് ചെയ്യാൻ പറ്റില്ല സത്യസന്ധരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ. അപ്പോൾ അവർ കൃത്യമായിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്തിയത് റിപ്പോർട്ട് ചെയ്യണം. കാരണം അതിലേക്ക് വരണം. കാരണം ഇതിനകത്തിപ്പം ഈ സ്വർണ്ണക്കടത്ത് കേസിന് അതുപോലെ അതിനൊരു പ്രത്യേക കേസുകളൊന്നും ഇപ്പം ഇല്ല. ആകെയുള്ളത് അൻവർ പറഞ്ഞ ആ ഒരു റേപ്പ് കേസ്, അത് തീർച്ചയായിട്ടും ഒരു പരാതി അവർ ലേഡി വന്നിട്ടുണ്ട്. അതിനകത്ത് അവരെ പറ്റി ആരോപണം, വളരെയധികം ആരോപണം അവിടുത്തെ ബെന്നിയും CI ഒക്കെ പറയുന്നുണ്ട്. അവർ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നുണ്ട് പലരും. ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം 3 പേരെ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അന്വേഷിക്കണം. അതിന് സാക്ഷികളുണ്ട്. ഇല്ലെങ്കിൽ ആ കേസ് എടുത്തിട്ട് റെഫർ ചെയ്ത് അവരെ പ്രോസിക്യൂട്ട് ചെയ്യട്ടെ. അവർ മലീഷ്യസ് പ്രോസിക്യൂഷന് ആ സ്ത്രീയെ പ്രോസിക്യൂട്ട് ചെയ്യണം. കാരണം അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരും സത്യസന്ധരായി പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന ആ വിവരങ്ങളൊക്കെ വെറുതെ ഒരു സ്ത്രീയെ കൊണ്ട് മനഃപൂർവ്വം അവരെ ഇമേജ് തകർക്കാനും അന്വേഷണം വഴിതിരിച്ചു വിടാനുമാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ എടുക്കാൻ പറ്റില്ല. അവരുടെ ഭാഗം കേൾക്കട്ടെ. അതേ സമയത്ത് ഇവർ പറഞ്ഞ ഇതിനൊരു കേസെടുത്ത് അന്വേഷിച്ചേ പറ്റുള്ളൂ. കാരണം അവർ പറഞ്ഞു കഴിഞ്ഞു ഒരു 376 ആണ്, അതൊരു പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അവരുടെ പേര് ആരോപണം വന്നിരിക്കുന്നത്. അപ്പോൾ ആ അന്വേഷണം വരട്ടെ. മറ്റ് 2 കേസിൽ ഒരു കേസ് മിസ്സിംഗ് കേസ് അത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കട്ടെ. ആ മാമി എന്ന് പറഞ്ഞ ആളെ കോഴിക്കോട് കാണാതെ പോയത് അത് ഇതുവരെ അത് എങ്ങും എത്തിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാകുന്നത്. അത് എന്തായാലും ക്രൈംബ്രാഞ്ചിന് കൊടുക്കട്ടെ. അതിനകത്ത് പുതിയ വസ്തുതകൾ ഈ സ്വർണം പൊട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട ആളാണോ, അത് കുറച്ച് ഡീപ്പായിട്ട് അന്വേഷിക്കേണ്ട ഒരു കേസാണ്. അങ്ങനെ കൊന്നുകളഞ്ഞു, അത് ഈ സ്വർണം തട്ടിക്കുന്ന ഗുണ്ടകളാണ് എന്നൊക്കെ ആരോപണം ഇങ്ങനെ വളരെ ലൈവായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വസ്തുതകൾ എന്തായി ശരി, നിയമപരമായ നടപടികൾ കൃത്യമായി
പോലീസ് ഉദ്യോഗസ്ഥർ എടുക്കണം. അതിന് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും.